ചെറുകഥ ഇരുട്ടിൽ വന്ന വെളിച്ചം. രചന ശ്രീ തോമസ് കാവാലം. ശബ്ദം ജെസ്സി ജോൺ. അമ്മേ അമ്മേ, ഇങ്ങോട്ട് ഓടി വരണേ, ഇതാ ഇവിടെ ഒരാൾ. 12 വയസ്സുള്ള സ്നേഹമോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ സഹായത്തിനായി അമ്മയെ വിളിച്ചു. അവളുടെ അമ്മ ഏതാനും മീറ്റർ അകലെ തന്നെ തട്ടുകട നടത്തുകയായിരുന്നു. സമയം ഏതാണ്ട് 12 മണിയോടടുത്തു. ചാറ്റൽ മഴ പെയ്ത് നനഞ്ഞ റോഡിൽ കൂടി വാഹനങ്ങൾ പോക്കുവരവ് കുറഞ്ഞു. മറുവശത്ത് കുറ്റിക്കാട്ടിൽ നിന്നും ചെവീടുകളും വൻമരങ്ങളിൽ നിന്ന് പക്ഷികളും എന്തെന്നില്ലാതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. അതുവരെ നല്ല കച്ചവടമായിരുന്ന തിരക്ക് ഒഴിഞ്ഞു വന്ന സമയത്താണ് മകളുടെ വിളി. എന്താ മോളെ, ആരാണ് ആരാ അവിടെ? എച്ചിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന രാജശ്രീ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു. അമ്മേ, ഒരാൾ ഇവിടെ മുറിവേറ്റി കിടക്കുന്നു. ഏതോ വാഹനം ഇടിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. മകളുടെ വിറയാർന്ന സ്വരം കേട്ട് രാജശ്രീ ഒന്ന് ഞെട്ടി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ രാത്രി മുഴുവനും അമ്മയെ സഹായിക്കാൻ വേണ്ടി തട്ടുകടയിൽ അമ്മയോടൊപ്പം വന്ന് നിൽക്കും. 5 വർഷം മുൻപ് രാജേന്ദ്രൻ രാജശ്രീയെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം അവളുടെ ദിനചര്യ ഇതായിരുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലായിരുന്നു അവൾ. പകൽ സമയത്ത് വീട്ടിലെ പണിയുമായി കഴിഞ്ഞ അവർ സന്ധ്യയാകുമ്പോൾ റോഡിലേക്ക് ഇറങ്ങും. അവിടെ ഇട്ടിരിക്കുന്ന ഉന്തുവണ്ടിയിലായിരുന്നു കച്ചവടം. ഇഡ്ഡലി, ദോശ, ഓംലെറ്റ്, പൊറോട്ട എന്നിവയെല്ലാം ഉണ്ടാക്കാനുള്ള വൈദഗ്ധ്യം രാജശ്രീ നേടിക്കഴിഞ്ഞിരുന്നു. അത് വിറ്റ് മകളെ പഠിപ്പിക്കുകയും പ്രായമായ അച്ഛനമ്മമാരെ നോക്കി കുടുംബം പുലർത്തുകയും ചെയ്തു പോന്നു. ഏകദേശം 75 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ റോഡരികിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് രാജശ്രീ അലറി. തലയിൽ നിന്നും മുഖത്ത് നിന്നും അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. സ്ഥലം ആകമാനം ചോരപ്പുഴ പോലെ. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് വന്നതാണോ ഇത്രയും ചോര എന്ന് പോലും അതിശയിച്ചു പോകും ആ രംഗം കണ്ടാൽ. ഏതാനും ചില തെരുവ് പട്ടികൾ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. മോളെ, ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല, സ്ഥലത്തേക്ക് ഓടി വന്ന രാജശ്രീ മോളോട് പറഞ്ഞു. പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷ അതുവഴി വന്നത്. രാജശ്രീ അതിന് കൈ കാണിച്ചു. അതിന്റെ ഡ്രൈവർ കുട്ടപ്പൻ ചേട്ടൻ അവർക്ക് പരിചയമുള്ള ആളായിരുന്നു. ചേട്ടാ, ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഒരു പാവം, നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണം. രാജശ്രീ അവളുടെ സാരിയുടെ കോന്തല കൊണ്ട് ആ വൃദ്ധന്റെ മുഖം തുടയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു. അടുത്ത നിമിഷത്തിൽ 3 പേരും കൂടി അയാളെ ഓട്ടോറിക്ഷയിലേക്ക് എടുത്തു കയറ്റി. മുഖത്തെ രക്തം തുടച്ചു മാറ്റിയപ്പോൾ ശ്രേയമോൾ അയാളെ തിരിച്ചറിഞ്ഞു. അവളുടെ സ്കൂളിന്റെ വാതുക്കൽ എന്നും അവൾ കാണാറുണ്ടായിരുന്ന ലോനപ്പൻ ചേട്ടനായിരുന്നു അത്. അവൾക്ക് ലോനപ്പൻ ചേട്ടനെ വളരെ ഇഷ്ടമായിരുന്നു. അയാൾക്ക് തിരിച്ചും. ഒരു പാവം മനുഷ്യൻ. സ്കൂൾ വാച്ച്മാന്റെ യൂണിഫോം അണിയുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഗാംഭീര്യം മാത്രമേ ആ മുഖത്ത് ഉണ്ടായിരുന്നുള്ളൂ. ജീവിച്ചു തീർക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ. അയാളുടെ കുഴിഞ്ഞ കണ്ണുകളും ചുളിവ് വീണ കവിളുകളും കാണുമ്പോഴൊക്കെ ശ്രേയമോൾക്ക് അവളുടെ മുത്തശ്ശനെയായിരുന്നു ഓർമ്മ വന്നിരുന്നത്. പല ദിവസങ്ങളിലും അവൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവളുടെ ഉച്ചഭക്ഷണത്തിന്റെ കൂടെ മറ്റൊരു പൊതി കൂടി കരുതുമായിരുന്നു, ലോനപ്പൻ ചേട്ടന് കൊടുക്കാൻ. എത്ര സന്തോഷത്തോടെയാണ് ലോനപ്പൻ ചേട്ടൻ അത് വാങ്ങിയിരുന്നതെന്ന് അവൾ ഓർത്തു. അന്നൊരു ദിവസം സ്കൂളിന്റെ വാതുക്കൽ അവൾക്ക് ഒരു രസകരമായ കാഴ്ച കണ്ടു. ഉച്ചഭക്ഷണത്തിനുള്ള ഇടവേള സമയമായിരുന്നു അത്. സ്കൂൾ ഗേറ്റിൽ തന്നെയുള്ള ഒരു ചെറിയ മുറിയിൽ ഒരു തടി സ്റ്റൂളിൽ മറ്റൊരാൾ ഇരിക്കുന്നു. ഏകദേശം 70 വയസ്സോളം പ്രായമുള്ള ലോനപ്പൻ ചേട്ടന്റെ ഭാര്യ. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നതിനിടയിൽ അവൾ കൊടുത്ത ഭക്ഷണ പൊതിയിൽ നിന്നും അയാൾ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. ഇതാരാ ലോനപ്പൻ ചേട്ടാ? ഭാര്യയാണെന്ന് അറിയാമായിരുന്നെങ്കിലും അവൾ ഒരു കുശലാന്വേഷണം നടത്തി. തെരുവിന്റെ മക്കളാണേ, ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് മോളെ പോലുള്ളവരാ ആശ്രയം. ഞങ്ങളും അതുപോലുള്ളവരാ ലോനപ്പൻ ചേട്ടാ. തെരുവിൽ തട്ടുകട നടത്തുന്നവർ, അഷ്ടിക്ക് വക കണ്ടെത്തുന്നവർ എന്ന് പറയണമെന്ന് ശ്രേയയ്ക്ക് തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ പ്രായത്തിലും രാപ്പകൽ ജോലി ചെയ്യേണ്ടി വരുന്ന ലോനപ്പൻ ചേട്ടനെ കുറിച്ച് ഓർത്ത് അവൾക്ക് ദുഃഖം തോന്നി.
അവൾ സ്കൂളിൽ അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായിരുന്നു. അയാൾ താമസിച്ചിരുന്നതും അവിടെയാണ്. ആ സമയത്താണ് ലോനപ്പൻ ചേട്ടൻ എന്തിന് അവിടെ വന്നു എന്ന് അവൾ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ അവർ എത്തിച്ചേർന്നു. ലോനപ്പൻ ചേട്ടനെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റുമ്പോൾ പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു. ബോധം വീണതുപോലെ വേദന കൊണ്ട് അയാൾ ഞരങ്ങാൻ തുടങ്ങി. ഭാഗ്യം, അയാൾ മരിച്ചിട്ടില്ല, ശ്രേയ മനസ്സിൽ പറഞ്ഞു. അവിടെ നിന്ന് ലോനപ്പൻ ചേട്ടനെ ICUവിലേക്ക് കയറ്റുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അനാഥത്വത്തിന്റെ വേദന, ഏകാന്തതയുടെ യാതന. അയാളുടെ ശാരീരിക വേദനകൾ മാനസിക വേദനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുച്ഛമായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. കാര്യങ്ങളെല്ലാം അയാളോട് ചോദിക്കണമെന്നുണ്ടായി തരുന്ന ശ്രേയയ്ക്ക്. സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ചോദ്യങ്ങളെല്ലാം അവൾ ഉള്ളിൽ ഒതുക്കി. എങ്കിലും അയാളുടെ ഭാര്യ എവിടെയായിരിക്കുമെന്ന് മനസ്സ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അയാളുടെ കൈയിൽ മടിക്കുത്തിലേക്ക് എടുക്കുന്നത് അവൾ കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ മടിക്കുത്തിൽ നിന്ന് ഒരു പൊതിയെടുത്ത് ശ്രേയയുടെ വലത് കൈയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മേരി. മേരി മേരിയുടെ അയാളുടെ ഭാര്യ മേരിക്ക് കൊടുക്കാനായിരിക്കുമെന്ന് അവൾ ഉദ്ദേശിച്ചു. കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ ശ്രേയയ്ക്ക് മനസ്സിലായി അവൾക്ക് ആഭരണങ്ങൾ നൽകാനായി വന്നപ്പോഴാണ് അപകടത്തിൽപ്പെട്ടതെന്ന്. പാവം, അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ICUവിൽ നിന്നും ഒരു നഴ്സ് പുറത്തേക്ക് വന്നു. ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയ ആ കിഴവന്റെ ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടോ? ഉണ്ട്. വളരെ ആകാംക്ഷയോടെ ശ്രേയയും രാജശ്രീയും വിളിച്ചു പറഞ്ഞു. അയാൾ മരിച്ചുപോയി കേട്ടോ. ഇപ്പോൾ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്തു പറയണമെന്നറിയാതെ കുറച്ചു സമയം അവർ അവിടെ ഇരുന്നു. തേങ്ങി കരഞ്ഞു. നഴ്സിന്റെ വാക്കുകളെ വിശ്വസിക്കാനാവാതെ പരസ്പരം കണ്ണിൽ നോക്കി ആ അമ്മയും മകളും നിന്നു. എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. തങ്ങളുടെ ആരുമല്ലാത്ത ഒരു വൃദ്ധൻ നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ ഹൃദയം കവർന്നിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ കൂടെ ജീവിച്ചിട്ടും മക്കൾക്ക് അതിനാകുന്നില്ലല്ലോ എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ആശുപത്രിക്ക് പുറത്തിറങ്ങിയ രാജശ്രീയും ശ്രേയയും ലോനപ്പൻ ചേട്ടൻ കയ്യിൽ വെച്ചു കൊടുത്ത പൊതി തുറന്നു നോക്കി. കുറേയധികം സ്വർണ്ണ ആഭരണങ്ങൾ. അതിനകത്തൊരു ചെറിയ കുറിപ്പ് ഉണ്ടായിരുന്നു, എന്റെ കുഞ്ഞുമണി ശ്രേയയ്ക്ക്. അപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരുന്നു. പാതിരാ പുള്ളുകൾ അങ്ങ് അകലെ നിന്നും കരയുന്ന ശബ്ദം. നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ വെള്ള വീശാൻ. പിറ്റേന്ന് വീട്ടിലെത്തിയപ്പോൾ രാജശ്രീയും ശ്രേയയും ലോനപ്പനെ കുറിച്ച് അന്വേഷണം നടത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരാഴ്ച മുൻപേ മരിച്ചിരുന്നു. അവരുടെ ഒരേ ഒരു മകൻ ഭാര്യയും മകളുമൊത്ത് ആ പട്ടണത്തിൽ താമസിച്ചിരുന്നു. അച്ഛനും അമ്മയും ഒരു ഭാരമാണെന്ന് തോന്നിയപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതായിരുന്നു. മരണവിവരം അറിഞ്ഞിട്ടും മകന്റെ ഭാര്യ അപ്പന്റെ സംസ്കാരത്തിന് പോകാൻ മകനെ അനുവദിക്കുകയോ ചെയ്തില്ല. രാജശ്രീയും ശ്രേയയും ഹൈന്ദവ ആചാരപ്രകാരം ലോനപ്പൻ ചേട്ടനെ അവരുടെ വീട്ടുമുറ്റത്ത് അടക്കി. നന്ദി.